بسم الله الرحمن الرحيم അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനസ്തഗ്ഫിറുഹു വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅ്മാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم يا أهل الكتاب لم تلبسون الحق بالباطل وتكتمون الحق وأنتم تعلمون. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, മുജാഹിദ് പ്രവർത്തകരെ, നാട്ടുകാരെ, മറ്റു സംഘടനാ അനുഭാവികളെ, പരമകാരുണികനും കരുണാനിധിയുമായ ഈ പ്രപഞ്ചത്തെ ആകമാനം താളപ്പിഴ കൂടാതെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ സട്ടാബും സംരക്ഷകനുമായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും സൂക്ഷിച്ചുകൊണ്ട് അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ കഴിവിൻപടി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് തഖ്വ കൈവിടാതെ ജീവിക്കാൻ ഈ പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശ്രമിക്കണമെന്നാണ് ആമുഖമായി ഓർമ്മപ്പെടുത്താനുള്ളത്. ജിന്നു വിവാദം യഥാർത്ഥ വസ്തുത എന്ത് എന്ന തലക്കെട്ടിൽ കൊണ്ടോട്ടി പരിസരത്തുള്ള മുജാഹിദ് പ്രവർത്തകർ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയിലാണ് ഞാനും നിങ്ങളും ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനു വേണ്ടിയുള്ള നമ്മുടെ ഈ ഒരു സംഗമം ഒരു സാലിഹായ അമലായി രേഖപ്പെടുത്തുമാറാകട്ടെ എന്നാദ്യമായി പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഈയിടെ ഉണ്ടായിട്ടുള്ള വിവാദങ്ങളും അതിൻ്റെ പേരിൽ നടക്കുന്ന വിശദീകരണങ്ങളുമൊക്കെ കേട്ടവരും കേൾക്കാത്തവരും എൻ്റെ മുമ്പിലുണ്ട് എന്നെനിക്കറിയാം. ഈ കഴിഞ്ഞ KNM ഇലക്ഷനോടനുബന്ധിച്ച് കുതന്ത്രത്തിലൂടെ കേന്ദ്ര നേതൃത്വവും ജില്ലകളിലും മേഖലകളിലുമൊക്കെയുള്ള നേതൃത്വവും പിടിച്ചെടുത്ത ഒരു കോക്കസ് മുജാഹിദ് പ്രവർത്തകരുടെ മേൽ ശിർക്ക് ആരോപിച്ചുകൊണ്ട് പുറത്താക്കുകയും നൂറുകണക്കിനല്ല ആയിരക്കണക്കിന് പ്രവർത്തകരെ, പതിനായിരക്കണക്കിന് പ്രവർത്തകരെ സംഘടനയിൽ നിന്ന് മാറ്റി നിർത്തുകയും തങ്ങളുടെ തറവാട്ട് സ്വത്തുപോലെ സംഘടന കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന അത്യന്തം നീചവും നികൃഷ്ടവുമായ ചെയ്തികളുമായിട്ട് ഈ നേതൃത്വം മുന്നോട്ട് പോകുന്നത് ഇവിടെയുള്ള നിഷ്പക്ഷമതികളൊക്കെ കാണുകയും അറിയുകയും ചെയ്യുന്നുണ്ട്. ജനങ്ങൾക്കിടയിൽ ആശയക്കുഴപ്പങ്ങളുടെ പുകമറകൾ സൃഷ്ടിച്ച് തങ്ങളുടെ അധികാര താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ് ഈ കോക്കസിൻ്റെ ഉദ്ദേശം. ഇവിടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ളവർ വന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാനും ജനങ്ങൾക്കിടയിൽ പുകമറകൾ സൃഷ്ടിക്കുവാനുമല്ലാതെ വ്യക്തമായ കാര്യങ്ങൾ വിശദീകരിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. സത്യവും അസത്യവും അർദ്ധസത്യവും കൂട്ടിക്കലർത്തി അതിനിടയിലൂടെ യഥാർത്ഥ സത്യത്തെ മറച്ചു വെക്കുന്ന ജൂത ക്രിസ്ത്യാനികളുടെ തന്ത്രമാണ് യഥാർത്ഥത്തിൽ അനീഫ കായക്കൊടിയും അബ്ദുറഹ്മാൻ സലഫിയും സാക്ഷാൽ TP-യും ഇവിടെ പയറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് സൂറത്തുൽ ബഖറയിലെ ഒരായത്ത് കൊണ്ട് തന്നെ തുടങ്ങാം എന്ന് ഞാൻ വിചാരിച്ചത്. യാ അഹ്ലൽ കിതാബ്, വേദക്കാരെ അള്ളാഹു വിളിക്കുകയാണ്. ലമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങളെന്തിനാണ് സത്യവും അസത്യവും കൂട്ടിക്കുഴക്കുന്നത്? വതക്തുമൂനൽ ഹഖ്ഖ,
അങ്ങനെ നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കുന്നത് എന്തിനാണ്? വഅൻതും തഅലമൂൻ, നിങ്ങൾ കാര്യങ്ങൾ അറിയുന്നവരായിരിക്കെ. സത്യവും അസത്യവും കൂട്ടിക്കലർത്തി യഥാർത്ഥ സത്യത്തെ മൂടി വെക്കുന്ന പണി അത് അഹ്ലുൽ കിതാബിൻ്റെ വേദക്കാരുടെ ജോലിയാണെന്നും മുസ്ലിമീങ്ങൾ അത് ചെയ്യാൻ പാടില്ലെന്നും ഖുർആൻ പഠിപ്പിക്കുകയാണ്. വലാ തൽബിസുൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, ബനൂ ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ സത്യവും അസത്യവും കൂട്ടിക്കലർത്തല്ലേ, സത്യവും അസത്യവും കൂട്ടിക്കലർത്തി വതക്തുമുൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, അറിഞ്ഞുകൊണ്ട് നിങ്ങൾ സത്യത്തെ മറച്ചു വെക്കല്ലേ. എന്നാൽ സുഹൃത്തുക്കളെ, ഇവിടെ നടന്ന പ്രസംഗം അതിൻ്റെ CD ഇറങ്ങിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അത് കേൾക്കുന്ന നിങ്ങൾക്ക് മനസ്സിലാകും, എല്ലാ വിഷയങ്ങളിലും ആശയക്കുഴപ്പം ഉണ്ടാക്കുകയല്ലാതെ വിഷയത്തിൻ്റെ നിജസ്ഥിതി ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടില്ല, അവർക്കതിന് സാധിക്കുകയുമില്ല. നിങ്ങൾ നോക്കൂ, പ്രധാനമായും ഉന്നയിച്ച ആരോപണം ഇപ്പോൾ പല വേദികളിലും ഈ 1-2 വർഷത്തോളമായി ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ആരോപണം എന്താ? സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ മുജാഹിദുകൾക്കിടയിലേക്ക് ശിർക്കിൻ്റെ വിഷബീജം ചിലർ കൊണ്ടുവന്നിരിക്കുന്നു. ജിന്നുകളോട് സഹായം തേടാമെന്ന് വാദിക്കുന്ന ഒരു വിഭാഗം മുജാഹിദ് പ്രസ്ഥാനത്തിൽ വളർന്നു വന്നിരിക്കുന്നു എന്ന ശുദ്ധ കളവാണ് ഇപ്പോൾ ഇവർ പല സ്ഥലങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും സമർത്ഥിക്കാൻ ശ്രമിച്ചത് അതുതന്നെയാണ്. ജിന്നു ചികിത്സാ കേന്ദ്രങ്ങൾ തുടങ്ങുവാനും ആ കേന്ദ്രങ്ങൾ നടത്തി പണവും പെൺകുട്ടികളുടെ മാനവും കവരാനും ഇവിടെ മുജാഹിദുകളിൽ ചിലർ ഒരുങ്ങിയിരിക്കുന്നുവെന്ന അത്യന്തം നീചമായ തരം താഴ്ന്ന ആരോപണമാണ് ഇവിടെ ഉത്തരവാദപ്പെട്ടവർ വന്ന് ഈ പ്രസ്ഥാനത്തിലെ പ്രവർത്തകർക്കെതിരിൽ ഉന്നയിച്ചിട്ടുള്ളത്. മന്ത്രവാദികളായ ശിർക്കൻ ചികിത്സാ രീതികൾ നടത്തുന്ന അസ്മാ തൽസമാത്തിൻ്റെ ആളുകളുടെ അടുത്തേക്ക് സ്വന്തം കുട്ടികളെ കൊണ്ടുപോകുന്ന അവസ്ഥയിലേക്ക് വരെ മുജാഹിദുകൾ മുവഹിദുകൾ എത്തിപ്പോയി എന്ന വളരെ മോശമായ ആരോപണവും ഇവിടെ ഉന്നയിക്കുകയുണ്ടായി. വാസ്തവത്തിൽ ഈ ജിന്നു വിവാദം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കൊണ്ടുവന്നത് ആരാണ്? എല്ലാവർക്കും അറിയാം, മടവൂർ വിഭാഗമാണത് കൊണ്ടുവന്നത്. 2001-2002 കാലത്ത് ആദർശ വ്യതിയാനത്തിൻ്റെ പേരിൽ ചർച്ചകൾ നടക്കുകയും 2002 35 പേർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്തപ്പോൾ പിറ്റേന്നു തന്നെ ഉസൈൻ മടവൂര് പ്രഖ്യാപിച്ചു, ഭൂരിഭാഗവും എൻ്റെ കൂടെ. മർക്കസുദ് ദഅവ അത് ഞങ്ങളുടെ സ്വതന്ത്ര ട്രസ്റ്റാണ്, തൊടാൻ കഴിയില്ല. അതുപോലെ തന്നെ ISMനെ പിരിച്ചുവിടാനോ നടപടിയെടുക്കാനോ KNMന് അധികാരമില്ല, കാരണം ISM ഞങ്ങൾ സ്വതന്ത്രമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ പിളർപ്പിന് വേണ്ടി കാത്തുനിന്ന ഉസൈൻ മടവൂരും കൂട്ടരും പുറത്തു പോയ ശേഷം ജനങ്ങൾക്കിടയിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു മുറിവൈദ്യമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ജിന്നു വിവാദം. KNMകാർ ജിന്നിനെ വിളിച്ച് തേടാൻ തുടങ്ങിയിരിക്കുന്നു, ജിന്ന് സേവയിലേക്കും പിശാച് പൂജയിലേക്കും അവർ പോയിരിക്കുന്നു എന്ന് പ്രൊപ്പഗണ്ട ഇറക്കി പ്രചാരണം നടത്തി. പൊതുജനങ്ങൾക്കിടയിൽ അവർ പുരോഗമനവാദികളും നവോത്ഥാനത്തിൻ്റെ ആളുകളും KNMലുള്ള ആളുകൾ പഴഞ്ചന്മാരും സമൂഹത്തെ പിന്നോട്ട് വലിക്കുന്ന യാഥാസ്ഥികരുമാണ് എന്ന രീതിയിലാണ് അവർ പ്രചാരണം നടത്തിയത്. പക്ഷേ കഴിഞ്ഞ 10 വർഷം KNM അതിൻ്റെ പ്രബോധകന്മാരും മടവൂർ വിഭാഗത്തിന് മറുപടി കൊടുത്തു. ആരും ഇവിടെ ജിന്ന് സേവയിലേക്ക് പോയിട്ടില്ല, ആരും ഇവിടെ പിശാചിനെ പൂജിക്കുന്നില്ല, ആരും ഇവിടെ മന്ത്രവാദം തിരിച്ചു കൊണ്ടുവരുന്നില്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിവാദത്തെ നമ്മൾ നേരിട്ടു. 2011 ഡിസംബറിൽ പോലും ചാലിയത്ത് വന്നുകൊണ്ട് അനസ് മുസ്ലിയാരും മജീദ് സലാഹിയും ഒക്കെ പറഞ്ഞതെന്താ? ഇതാ ഇപ്പൊ ചില ആളുകൾക്ക് മൈക്ക കിട്ടിയാൽ മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നു എന്ന കളവാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും അതുപോലെയുള്ള എല്ലാ പ്രബോധന മാധ്യമങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുന്ന മുജാഹിദുകൾ ജിന്നുകളെ വിളിച്ച് തേടുന്നുവെന്നത് തനിച്ച ദുഷ്പ്രചാരണമാണെന്നും അതാണ് ഇപ്പോഴും ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അനസ് മുസ്ലിയാരും അവിടെ പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നു, ഞാനിങ്ങോട്ട് ചാലിയത്തേക്ക് വരുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് മുജാഹിദ് ജിന്ന് വരുന്നു എന്ന്. ജിന്നില്ലാത്ത ചില ആളുകൾക്ക് ഇപ്പോൾ ഊർജം കിട്ടുകയില്ല, അതുകൊണ്ടാണ് അവർ ജിന്നും ഉയർത്തിപ്പിടിച്ച് നടക്കുന്നത്. നിങ്ങൾ ഏതൊക്കെ ജിന്നിനെ കൂട്ടുപിടിച്ചാലും ശരി, ഈ പ്രസ്ഥാനത്തെ തകർക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് 2011 ഡിസംബറിൽ വരെ പ്രസംഗിച്ചത്. അന്നു മുതൽ 2001 മുതൽ 2011 വരെയുള്ള 10 വർഷം നാം ആവർത്തിച്ച് മറുപടി കൊടുത്തു. ഔദ്യോഗിക വേദികൾ ഉപയോഗിച്ച് നാം സംഘടനയുടെ വേദിയിൽ നിന്ന് സംസാരിക്കുമ്പോൾ
അത് സംഘടനയുടെ അഭിപ്രായമാണ്, പ്രസംഗിക്കുന്ന വ്യക്തിയുടെ അഭിപ്രായമല്ല എന്ന് ഇവിടെ പ്രസംഗിച്ച അനീഫ് കായക്കൊടി തന്നെ എടവണ്ണയിൽ വെച്ച് മുഖാമുഖ വേദിയിൽ പറയുകയുണ്ടായി. സക്കരിയ സലാഹി പ്രസംഗിച്ചു, അനീഫ് കായക്കൊടി പ്രസംഗിച്ചു എന്നല്ല ആളുകൾ പറയുക. കണ്ടോ, മുജാഹിദുകൾ പറയുന്നത് കേട്ടോ, മുജാഹിദുകൾ അഭിപ്രായം ഇതാണ് എന്നാണ്. എന്നാൽ സുഹൃത്തുക്കളെ, ഔദ്യോഗിക വേദികൾ ഉപയോഗിച്ചുകൊണ്ട് മടവൂർ വിഭാഗം കൊണ്ടുവന്ന ആരോപണത്തെ ഇത്ര കാലം നേരിട്ട നാം അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്ത് സാഹചര്യമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്? മടവൂർ വിഭാഗം തന്നെ പറയുന്നു, അന്ന് ഞങ്ങൾ ഇത് ശിർക്കാണെന്ന് പറഞ്ഞപ്പോ ഇവർ ഞങ്ങളുടെ മേൽ കൊഞ്ഞനം കുത്തി. ഇപ്പൊ 10 കൊല്ലം കഴിഞ്ഞ് KNM ഇലക്ഷൻ വന്നപ്പോൾ ഞങ്ങൾ 10 കൊല്ലം മുമ്പ് പറഞ്ഞത് ഇപ്പോൾ ഇവർ പറയുന്നു എന്ന് വളരെ മോശമായ രൂപത്തിൽ KNM-ന്റെയും അതിന്റെ ഇപ്പോൾ ഈ കോക്കസിനും നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ നിലപാടുകളെ അത്യന്തം പരിഹസിച്ചുകൊണ്ട് മടവൂർ വിഭാഗം പ്രസംഗിക്കുകയും സീഡികൾ ഇറക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 2007 ഏപ്രിൽ മാസത്തിൽ അബ്ദുസലാം സുല്ലമി സെൻസിംഗ് എന്ന് പറയുന്ന കാന്തപുരം സുന്നികളുടെ മാസികക്ക് കൊടുത്ത അഭിമുഖത്തിൽ മൗലവി വിഭാഗം മുശിരിക്കുകൾ എന്ന് തന്നെ വ്യക്തമായി എഴുതി. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ കൂടെയുള്ള KNM-കാർ ശിർക്കിലാണ്. കാരണം സിഹറുകൾ ഫലിക്കാം എന്നാണ് അവരുടെ വിശ്വാസം, ജിന്നു ബാധിക്കാം എന്നാണ് അവരുടെ വിശ്വാസം. അതുപോലെ തന്നെ ജ്യോത്സ്യന്മാർക്കും മന്ത്രവാദികൾക്കും കൈനോട്ടക്കാർക്കും ലക്ഷണം പറയുന്നവർക്കുമൊക്കെ പിശാചുക്കളുടെ സഹായമുണ്ട്, അവർ കട്ടുകെട്ട് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ വിശ്വസിച്ചാൽ അത് ശിർക്കൻ വിശ്വാസമാണ്. അതുകൊണ്ട് KNM-കാർ മൊരത്ത ശിർക്കിലാണ്. അതേ മാസം 2007 ഏപ്രിൽ തന്നെ ഇസ്ലാഹ് മാസികയിൽ അമ്പലക്കടവ് ഫൈസിക്ക് മറുപടി എഴുതിക്കൊണ്ട് തുറക്കൽ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം ഉണ്ടായിരുന്നു. എന്താണ് ജിന്ന് ശൈത്താൻ വിഷയം വന്നപ്പോൾ സമസ്തക്കാർ ഉയർത്തിക്കൊണ്ടുവന്നത്? അഭൗതികമായി സഹായിക്കാൻ, മറഞ്ഞ വഴിക്ക് സഹായിക്കാൻ അള്ളാഹ്ക്ക് മാത്രമേ സാധിക്കൂ എന്നല്ലേ മുജാഹിദുകളെ നിങ്ങളുടെ വാദം? ഇപ്പൊ ജിന്നും ശൈത്താനും ചർച്ച വന്നപ്പോ അള്ളാഹു അല്ലാത്തവർക്കും മറഞ്ഞ വഴിക്ക് സഹായിക്കാനും ഉപദ്രവിക്കാനും ഒക്കെ കഴിയുമെന്ന് നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വന്നില്ലേ? ജിന്നുകൾ സഹായിക്കുന്നത് മറഞ്ഞ വഴിക്കല്ലേ, മലക്കുകൾ സഹായിക്കുന്നത് മറഞ്ഞ വഴിക്കല്ലേ, പിശാചുക്കൾ ഉപദ്രവിക്കുന്നത് മറഞ്ഞ വഴിക്കല്ലേ? ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കേണ്ടി വന്നില്ലേ? അപ്പോൾ പിന്നെ ബദരീങ്ങൾ അഭൗതികമായി സഹായിക്കും, മമ്പറന്തങ്ങൾ അഭൗതികമായി സഹായിക്കും, അല്ലെങ്കിൽ മരിച്ചുപോയ മഹാന്മാർ മുഹിയുദ്ദീൻ ശൈഖ് സഹായിക്കും. അത് മാത്രം നിങ്ങൾക്ക് എന്താ ദഹിക്കാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് തങ്ങളുടെ ശിർക്കിന് മേൽവിലാസം ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അബ്ദുൽ ജബ്ബാർ മൗലവി മറുപടി കൊടുത്തു, ഇല്ല, അഭൗതികമായി സഹായിക്കാൻ ഒരു സൃഷ്ടിക്കും സാധ്യമല്ല. മഹാന്മാർക്കോ മരിച്ചവർക്കോ ജിന്നുകൾക്കോ മലക്കുകൾക്കോ ആർക്കും തന്നെ അഭൗതികമായി സഹായിക്കാനോ ഉപദ്രവിക്കാനോ ഈ ഭൗതിക ലോകത്ത് സ്വാധീനം ചെലുത്താനോ സാധ്യമല്ല എന്ന്. അങ്ങനെ സുഹൃത്തുക്കളെ, മടവൂർ വിഭാഗത്തിന്റെ തെറ്റുകൾ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ 10 വർഷം നമ്മൾ പ്രസംഗിച്ചു. ആ പ്രസംഗത്തിൽ മുന്നണി പോരാളിയായിരുന്ന ആളാണ് അനസ് മുസ്ലിയാർ. അദ്ദേഹത്തിന്റെ 12 മണിക്കൂർ DVD നിങ്ങൾക്ക് കാണാം. മടവൂരിസം ഒരു പൊളിച്ചെഴുത്ത്, മതം മറന്ന മടവൂരികൾ എന്ന് തുടങ്ങി 12 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന മടവൂർ വിഭാഗത്തിന്റെ മുഴുവൻ ആശയാദർശങ്ങളെയും പൊളിച്ചെഴുതുന്ന, അങ്ങേയറ്റം നിശ്ചിതമായി വിമർശിക്കുന്ന ആ സീഡികൾ ഇന്നും നിലവിലുണ്ട്. അങ്ങനെ പ്രസംഗിച്ച ഒരാള് 2012 വന്നപ്പോ 2011 അവസാനത്തിൽ തന്നെ മാറ്റി പറയാൻ തുടങ്ങി. നിങ്ങളുടെ ഈ പ്രദേശത്തിനടുത്ത് വാഴക്കാട് 2007 ഇസ്ലാഹ് മാസികയിൽ വന്ന ലേഖനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ നാടിനടുത്തുള്ള അലിമദനി, മൊറയൂർക്കാരൻ അലിമദനി, ഞങ്ങൾക്കതിൽ ശിർക്കാരോപിച്ചു, നിങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന് ഖുബൂരികളെ വാദം എടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് മടവൂരികൾ കുത്തിപ്പൊക്കുകയും ഖുബൂരികളെ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു. അത് പറഞ്ഞുകൊണ്ട് വാഴക്കാട് വെച്ച് അലിമദനി സംസാരിക്കുകയുണ്ടായി. ആ ശിർക്കാരോപണത്തിന് അന്ന് മറുപടി കൊടുത്തത് അനസ് മുസ്ലിയാരാണ്. മൈക്ക കെട്ടി നാട്ടുകാരോട് പറയാ, ഇതാ KNM-കാർ ശിർക്കിലേക്ക് പോയിരിക്കുന്നു, ഇസ്ലാഹ് ഇസ്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാഹിലുണ്ടെന്ന് നിങ്ങൾക്ക് വാദിക്കാനല്ലാതെ മുജാഹിദ് പണ്ഡിതന്മാരുടെ മുമ്പിൽ അത് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അനസ് മുസ്ലിയാർ മറുപടി കൊടുത്തു. പക്ഷേ എന്താ പിന്നെ സംഭവിച്ചത്? ഇങ്ങനെ മറുപടി കൊടുത്ത ആള് തന്നെ ഇപ്പോൾ പറയുന്നു അന്ന് അലിമദനിയും കൂട്ടരും പറഞ്ഞത് ശരിയാണ്, ഇസ്ലാഹിൽ എഴുതിയത് ശിർക്ക് തന്നെയാണ്. 2007 എഴുതിയ ലേഖനത്തിന്റെ പേരിൽ 2012 അബ്ദുൽ ജബ്ബാർ മൗലവിയെ പുറത്താക്കി ജമിയത്തുൽ ഉലമയിൽ നിന്നും. 5 കൊല്ലം ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ല. അതിലെവിടെ ശിർക്ക് അലിമദനിയോട്? അതിലെവിടെ ശിർക്ക് അമ്പലക്കടവിനോട്? അങ്ങനെ ചോദിച്ചിരുന്ന ആളുകൾ
2012 വന്നപ്പോൾ മാറ്റി പറഞ്ഞു, അത് ശിർക്ക് തന്നെയാണ്. 5 കൊല്ലം ശിർക്കല്ല എന്ന് പറഞ്ഞ കാര്യം മടവൂർ വിഭാഗത്തിനും അതുപോലെ സമസ്തക്കാർക്കും ഒരുപോലെ മറുപടി കൊടുത്തിരുന്ന വിഷയം അത് മാറ്റി പറയേണ്ട ഗതികേടിലേക്ക് യഥാർത്ഥത്തിൽ ഈ പ്രസ്ഥാനത്തെ ഒരു കോക്കസ് എത്തിച്ചു. അതിനുവേണ്ടി ഒരു ഫത്വയുണ്ടാക്കി. സൗദി അറേബ്യയിലെ ലജ്ന ദായിമ എന്ന് പറയുന്ന സ്ഥിരം ഫത്വ ബോർഡിന്റെ ഒരു ഫത്വ റുഖ്യയുമായി ബന്ധപ്പെട്ട് മന്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫത്വയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ജിന്നുകളോടുള്ള സഹായതട്ടം എന്ന പേരിൽ ഒരു പുതിയ വിഷയം തന്നെ കൊണ്ടുവന്നുകൊണ്ട് ഇവർ പുതിയ ഫത്വ കൊണ്ടുവരികയുണ്ടായി. അങ്ങനെ സുഹൃത്തുക്കളെ, ഇതാണ് യഥാർത്ഥത്തിൽ ജിന്നു വിവാദത്തിന്റെ അടിസ്ഥാനം. ഈ വിവാദം കൊണ്ടുവന്നത് മടവൂർ വിഭാഗമാണ്. അതിന് മറുപടി കൊടുക്കുകയാണ് കഴിഞ്ഞ 10 വർഷം നമ്മൾ ചെയ്തത്. 10 വർഷമായി നാം ഈ സമൂഹത്തെ പഠിപ്പിച്ച കാര്യങ്ങളിൽ നിന്നും പിറകോട്ട് പോയി 2012 മുതൽ പുതിയൊരു തൗഹീദും പുതിയൊരു ശിർക്കും പഠിപ്പിക്കാനാണ് ഈ കോക്കസ് രംഗത്ത് വന്നിട്ടുള്ളത്. അത് മുജാഹിദുകൾ അംഗീകരിക്കുകയില്ല. മുജാഹിദ് പണ്ഡിതന്മാരല്ല, മുജാഹിദ് പ്രബോധകന്മാരെന്നല്ല, മുജാഹിദ് സാധാരണക്കാർ പോലും അത് അംഗീകരിക്കാൻ സാധിക്കുകയില്ലെന്ന് പറഞ്ഞ് സംഘടനയുടെ ഈ പോക്കിനെതിരിൽ ഇപ്പോൾ മാറി നിൽക്കുകയാണ്. മിനിഞ്ഞാന്ന് കടപ്പുറത്ത് നിങ്ങളത് കണ്ടു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകന്മാരും പ്രബോധകന്മാരും ഒരുമിച്ച് കൂടി പ്രഖ്യാപിച്ചു, ഇല്ല, ഈ തൗഹീദ്, ഈ 2012 അബ്ദുറഹ്മാൻ സലഫി കൊണ്ടുവന്ന ഈ പുതിയ തൗഹീദ് അതൊരിക്കലും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിന്റെ പേരിൽ ഈ പ്രസ്ഥാന പ്രവർത്തകരെ മേൽ ശിർക്ക് ആരോപിക്കാനോ സംഘടന പിളർത്താനോ അനുവദിക്കുകയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മിനിഞ്ഞാന്ന് നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചു കാണും മുജാഹിദ് ദഅവാ സമ്മേളനം കോഴിക്കോട് കടപ്പുറത്ത് മാറി നടന്നത്. ഇവിടെ സംഘടനകളുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം തന്നെ രചിക്കപ്പെട്ടിരിക്കുകയാണ്. പുറത്താക്കപ്പെട്ടവർ ഒന്നുമല്ലാതെ ലയിച്ചു പോകും സമൂഹത്തിൽ. അവരൊക്കെ എത്തും പിടിയും കിട്ടാതെ, ആരും സംരക്ഷിക്കാനില്ലാതെ, അവർക്ക് അവർ അഭിപ്രായം പറയാൻ വേദി കിട്ടാതെ അവർ എന്തോ ആയിപ്പോകുമെന്ന് കുപ്രചരണങ്ങൾ നടത്തിയവർക്ക് ചുട്ട മറുപടിയാണ് കൊടുത്തത്. ഇന്ന് ഈ കോക്കസ് സംഘടനയും സംവിധാനങ്ങളും സ്ഥാപനങ്ങളും കയ്യിലുണ്ടായിട്ടും അവർക്ക് കേരളത്തിൽ ദഅവാ പരിപാടികൾ നടത്താൻ സാധിക്കുന്നില്ല. എന്നാൽ സംഘടനയും സ്ഥാപനങ്ങളും ഒന്നും കയ്യിലില്ലാതിരുന്നിട്ടും ലെറ്റർ പാഡും സീലും അവരെ കൈവശം വെച്ചിട്ടും പുറത്താക്കൽ ഭീഷണി നേരിട്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇളക്കി മറിച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തിന്റെ എതിരാളികൾക്ക് മറുപടി കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും ഈ പ്രസ്ഥാനം ക്ഷീണിച്ചിട്ടില്ല. ഈ പ്രസ്ഥാനം തകർന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ സമസ്തക്കാർ, ഇവിടുത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, അങ്ങനെ ഈ ആദർശത്തിന്റെ വിരോധികൾ പലരുമുണ്ട്. അവർ പലവിധത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. ഈ അടുത്ത് മാധ്യമം പത്രം എഴുതിയ ഒരു എഡിറ്റോറിയൽ അതിനെ ശ്ലാഘിച്ചുകൊണ്ടും അഭിനന്ദിച്ചുകൊണ്ടുമാണ് ഇവിടുത്തെ നമ്മുടെ പോയത്തക്കാരൻ ജില്ലാ സെക്രട്ടറിയും അതുപോലെ മറ്റൊരാജിയാരും ഇവിടെ പ്രസംഗിച്ചത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എതിരാളിയുടെ പത്രത്തിൽ വരുന്ന ഒരു കാര്യം അത് പൊലിപ്പിച്ച് പറയുന്നിടത്തോളം ഇവർ അധപ്പതിച്ചു. ജമാഅത്തെ ഇസ്ലാമി ഇന്നോ ഇന്നലെയോ പറയുന്നതാണോ മാധ്യമത്തിലുള്ളത്? മാധ്യമത്തിലുള്ളവർ പണ്ടേ പറയുന്നവരാണ്. സലഫികളെ സംബന്ധിച്ച് അവർ പ്രമാണങ്ങളുടെ അക്ഷരം പൂജിക്കുന്ന ഹറഫികളാണെന്ന വാദം, അവർ യാഥാസ്ഥികത്വത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്ന വാദം, അവർ അൾജീരിയ മുതൽ മൊറോക്കോ വരെയുള്ള പ്രദേശങ്ങളിൽ തീവ്രവാദത്തിന്റെ വിത്തുപാകുന്ന നവസലഫിസത്തിന്റെ വക്താക്കളാണെന്ന വാദം. ആരാ ഇത് പറയാൻ തുടങ്ങിയത്? ഇപ്പൊ പറയാൻ തുടങ്ങിയതാ? ഇല്ല, ഇപ്പൊ ഒരു വ്യത്യാസം ഉണ്ടായി. അതെന്താ? ഇക്കാലം വരെ അതിനെ എതിർത്തിരുന്ന മുജാഹിദുകൾ ചില ആളുകൾ പോലും അത് ഏറ്റുപറയാൻ തുടങ്ങി. വിചിന്തനത്തിൽ വന്ന അബ്ദുൽ മജീദ് സലാഹിയുടെ ലേഖനവും മാധ്യമത്തിൽ വന്ന എഡിറ്റോറിയലും അക്ഷരത്തിൽ പോലും യോജിക്കുന്നു. എന്തേ കാരണം? രണ്ടും പോകുന്ന ഒരേ റൂട്ടിലേക്കാണ്. മടവൂർ വിഭാഗവും ജമാഅത്തെ ഇസ്ലാമിയും ഈ കോക്കസും ഇപ്പോൾ യഥാർത്ഥ സലഫിയത്തിനെ എതിർത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട് മുജാഹിദുകൾ. മുജാഹിദുകൾക്ക് അത് തിരിച്ചറിയാനുള്ള പക്വതയുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സുഹൃത്തുക്കളെ, തൗഹീദിന്റെ ആയത്തോതിക്കൊണ്ട്, ശിർക്കിനെതിരിൽ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള ആയത്തോതിക്കൊണ്ട് ഞങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണിവർ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഓരോ മുജാഹിദും ആദ്യം അർത്ഥസഹിതം പഠിച്ചു മനസ്സിലാക്കുന്ന സൂറത്തുൽ ഫാത്തിഹ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന തൗഹീദിന്റെ ആയത്ത്. അതുപോലെ തന്നെ ഇൻ തദ്ഉഹും ലാ യസ്മഉ ദുആക്കും, നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ അവർ നിങ്ങളെ ദുആ കേൾക്കൂല. വലൗ സമിഉ മസ്തജാബു ലക്കും, കേട്ടാൽ തന്നെ ഉത്തരം നൽകില്ല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളിൽ നിങ്ങളുടെ ശിർക്കിനെ അവർ നിഷേധിക്കും. തുടങ്ങിയ ആയത്തുകൾ ഓതിക്കൊണ്ട് ഞങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതാരാ ചെയ്തിരുന്നത്? ഇതിവിടെ ആദ്യം ചെയ്തിരുന്നത് മടവൂർ വിഭാഗമാണ്.
ഖുർആനിലെ തൗഹീദിന്റെ ആയത്തുകൾ ഓതിയിട്ട് കഴിഞ്ഞ 5-6 വർഷങ്ങളിൽ 2002 തുടങ്ങിയെങ്കിലും 2007 അത് ശക്തിപ്പെട്ടത്. തൗഹീദിന്റെ ആയത്തുകൾ ഓതി ഞങ്ങൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കുകയായിരുന്നു മടവൂർ വിഭാഗം ചെയ്തത്. അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചപ്പോൾ അതിന് മറുപടി കൊടുത്തുകൊണ്ട് ഇന്ന് ഞങ്ങൾക്കെതിരിൽ അതേ പണി ചെയ്യുന്ന, തൗഹീദിന്റെ ആയത്തോതി ഞങ്ങൾക്കെതിൽ ശിർക്കാരോപിക്കുന്ന അനസ് മുസ്ലിയാർ, അയാൾ തന്നെ മടവൂർ വിഭാഗത്തിന് കൊടുത്തൊരു മറുപടി, അതാണ് നിങ്ങൾ ആദ്യമായി ഞാൻ കേൾപ്പിക്കുന്നത്. എടവണ്ണയിൽ അദ്ദേഹം കൊടുത്ത മറുപടി ഇന്നത് അദ്ദേഹത്തിന് തന്നെയുള്ള മറുപടിയാണ്. അതാണ് അതിലുള്ള പുതുമ. നിങ്ങൾ ആദ്യം കേൾക്കുന്ന ക്ലിപ്പ് അതാണ്, കേട്ടോളൂ. മൂപ്പരിങ്ങനെ ആയത്തോത് എന്ത് إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بشرككم ولا ينبئك مثل خبير. ആയത്തോത് ആണ് അർത്ഥം പറയാണ്. അതുപോലെ തന്നെ എന്ത് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് ഖുൽ ദുല്ലദീന സഅംതും മിൻ ദൂരി തുടങ്ങിയ തൗഹീദിന്റെ ആയത്ത് മുഴുവൻ ഓതുക. അയാളുടെ പ്രസംഗം കേട്ടാ തോന്നാ എന്താന്നല്ലേ, ഏതോ ഖുറാഫിക്ക് മറുപടി പറയാമെന്ന് തോന്നും. അങ്ങനെ തോന്നിപ്പിക്കുക എന്നതായിരുന്നു നിങ്ങളുടെ ദുരുദ്ദേശം, അല്ലാതെ ആയത്തോതി കൂലി വാങ്ങുക എന്നതായിരുന്നില്ല എന്ന് ഞങ്ങൾക്കറിയാം. പക്ഷെ നിങ്ങൾ അങ്ങനെ ഈ എടവണ്ണയിൽ വന്ന് കബളിപ്പിച്ചു പോകാമെന്ന് വിചാരിക്കണം മക്കളെ. ഇത് എത്ര കുതന്ത്രം കണ്ടതാ. എന്ത് മുജാഹിദിൽ വിളിച്ചിട്ട് പറയാ, എന്ത് ഇൻതദൂഹും നിങ്ങൾ അവരോട് പ്രാർത്ഥിച്ചാൽ അതേ ലാ യസ്മഊ ദുആക്കും നിങ്ങളുടെ പ്രാർത്ഥന അവർ കേൾക്കൂല, ഇനി കേട്ടാൽ തന്നെ ഉത്തരം തരൂല. വയൗമൽ ഖിയാമത്തി യക്ഫുറൂന ബിശിർക്കിക്കും, നാളെ പാരത്രിക ലോകത്ത് നിങ്ങൾ ചെയ്ത ശിർക്കിനെ അവിടെ വെച്ച് അല്ലാഹുവിന്റെ മുന്നിൽ അവർ നിഷേധിക്കുകയും ചെയ്യും എന്ന് അല്ലാഹുവിന്റെ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആയത്തോത, അങ്ങനെ അലീമുല്ല ആയത്തോത് നിർത്തി കഴിയുമ്പോ മറ്റാൾ എണീക്ക, ഏത് നമ്മുടെ ഈ സാധനെ ഈ അഴുക്കിയാൽ എണീറ്റിട്ട് പറയാ, എന്ത് കണ്ടോ എത്ര വിഷമകരമാണ് സാഹചര്യം, നമ്മുടെ ആളുകളോട് പോലും നമ്മൾ ഇത്രയും കാലം ഖുറാഫികളോട് ഓതിക്കൊടുക്കേണ്ട അവസ്ഥയല്ലേ നമുക്ക്. ഹൗ എന്ത് കഷ്ടപ്പാടായി പോയി. എന്തായാലും ഞങ്ങൾക്ക് സന്തോഷം, അങ്ങനെയെങ്കിലും ആയത്തേക്ക് ഒന്ന് ഓർത്ത് വരട്ടെ. കുറെ കാലമായല്ലോ അത് മറന്നു കിടക്കുകയാണല്ലോ. കാര്യം മരം നട്ട് തീർന്നിട്ട് സമയമില്ല. കാര്യം മടവൂരികൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക. കാര്യം വെച്ചാല് അവസാനം ഈ ജിന്നും പിശാചൊന്നും പിടുത്തം കിട്ടില്ല, എന്ത് ചെയ്യും, എല്ലാം മരത്തിലും കയറി ഇരിക്കുക എന്ന വിചാരത്തിൽ നേരത്തെ തന്നെ മരമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് വെച്ചിട്ട് ഇവിടെ ഖുറാഫികൾ പോലും പേരോട് പോലും ഇതുപോലെ സദസ്സിന്റെ മുന്നിൽ പ്രദർശിപ്പിച്ച് മുജാഹിദുകൾ ഇതാ ശിർക്കിലേക്ക് എന്ന് പറഞ്ഞ് പരിപാടി നടത്തുമ്പോ എന്താണ് മുജാഹിദുകൾക്കുണ്ടായ ശിർക്ക് എന്ന് അത് പ്രചരിപ്പിച്ച മടവൂരികളെ നിങ്ങൾക്കത് പറഞ്ഞു തരേണ്ട ബാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കേട്ടോ, വളരെ വ്യക്തമായി പറയുകയാണ്. ഇസ്ലാമിക ജീവിതം എന്ന് പറയുന്ന പുസ്തകം, ആ പുസ്തകത്തിൽ എന്താ പറഞ്ഞത്? ജിന്ന്. മടവൂരികൾ ഇപ്പോ ചിരിക്കാൻ വലിയ കാത്തിരിപ്പുണ്ടാവും, പക്ഷെ ചിരിയൊന്നും വല്ല ആരെങ്കിലും അടുത്തോട്ട് ദിക്കിട്ട് കൊടുത്തേക്കണം. മനസ്സിലായോ? വലിയ ചിരിയായിരുന്നു ഇതൊക്കെ പറയുമ്പോഴേ. ഇപ്പൊ വലിയ ചിരിയൊന്നും ഉണ്ടാവൂല നിങ്ങൾക്ക്, ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നന്നായി നിക്കിട്ട് ചിരിച്ചോ. മലയാളം മനസ്സിലായിട്ടില്ല എങ്കിൽ മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അതെന്താ പറഞ്ഞത്? ജിന്ന് അഥവാ ഭൂതവർഗമാകട്ടെ മനുഷ്യരെക്കാൾ രൂക്ഷവും ഗതാഗത വേഗതയുള്ളതുമാണ്. അങ്ങനെ സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് കഴിയുന്നു. എന്തേ? സാധാരണ മനുഷ്യർക്ക് കഴിയാത്ത പലതും അതിന് പറഞ്ഞ ജിന്നിന് കഴിയുന്നു. ഓ ശിർക്ക്. കാരണം എന്താ? ആ ജിന്നിന് കഴിയുന്നു എന്ന് പറഞ്ഞില്ലേ, അത് ശിർക്ക്. ആയിക്കോട്ടെ. 1 2 അമാനുവല് പറയണേ, അങ്ങനെ നിങ്ങൾ അങ്ങോട്ട് കാണാത്ത വിധത്തിൽ അവർ നിങ്ങളെ കാണുന്നുവെന്ന് ഖുർആൻ സൂറത്ത് അറാഫിൽ പറയുന്നുണ്ട്. രക്തസഞ്ചാരമുള്ളയിടത്തെല്ലാം പിശാച് സഞ്ചരിക്കുമെന്ന് ഒരു നബിവാക്യത്തിൽ നാം കണ്ടു കഴിഞ്ഞല്ലോ. മനുഷ്യരെ വഴിപിഴപ്പിക്കാൻ നാനാവിധത്തിൽ പിശാച് ശ്രമിക്കുമെന്നും ഖുർആൻ പറഞ്ഞിട്ടുള്ളതാണ്. ആകയാൽ ഏതെങ്കിലും ഒരു പിശാചിനെ പ്രത്യേകം സേവിച്ചില്ലെങ്കിൽ കൂടി മറഞ്ഞ കാര്യം ഗണിച്ചും പ്രശ്നം നോക്കിയും പറയുന്ന കാര്യത്തിൽ പൈശാചിക സഹായം കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സേവിച്ചാലും കിട്ടും, സേവിച്ചില്ലെങ്കിലും കിട്ടും. സക്കരിയ സലാഹിയല്ല, ശംസുദ്ദീൻ പാലത്തല്ല, അമാനി മൗലവി.
അമാനി മൗലവി എന്തേ രണ്ടായത്തോതി കൊടുക്ക, അമാനി മൗലവി പഠിക്കട്ടെ, രണ്ടായത്തോതി കൊടുക്ക്. അമാനി മൗലവിയുടെ പരിഭാഷ വായിച്ചിട്ട് നേരെ അർത്ഥം പറയാൻ പറ്റാത്തവന്മാരെ പറയും. കേട്ടില്ലേ? ഇങ്ങനെ മടവൂരികൾക്ക് മറുപടി കൊടുത്തതാണ്. തൗഹീദിന്റെ ആയത്തോതി ഞങ്ങൾ ശിർക്കിലാണെന്ന് സ്ഥാപിച്ച് ഞങ്ങളെ നിങ്ങൾ തൗഹീദിലേക്ക് തിരിച്ചു വിളിക്കുന്നത് എന്ത് ശിർക്കിലേക്കാ ഞങ്ങൾ പോയത്? ഏത് തൗഹീദാണ് നിങ്ങൾ കൊണ്ടുവന്നത്? അത് മനസ്സിലാക്കിയ ബാധ്യത നിങ്ങൾക്കുണ്ട് മടവൂരികളെ എന്ന് പറയാണ്. അതേ പണിയായി ഇപ്പൊ ഇവരെടുത്തുകൊണ്ടിരിക്കുന്നത്. തൗഹീദിന്റെ ആയത്ത് ഞങ്ങളെ തൗഹീദിലേക്ക് ക്ഷണിക്കാണ്. ഏത് ശിർക്കിലേക്കാ ഞങ്ങൾ പോയത് തെളിയിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല, സാധിക്കുകയുമില്ല എന്നതാണ് വാസ്തവം. ഇത് തെളിയിക്കാൻ മടവൂർ വിഭാഗത്തെ നമ്മൾ വെല്ലുവിളിച്ചു. ഇവിടെ പ്രസംഗിച്ച അനീഫ കായക്കൊടി അദ്ദേഹം നന്ദിയിൽ പോയി പ്രസംഗിച്ചു. ഇതാ നന്ദി ദാറുസ്സലാം അറബി കോളേജ് EK വിഭാഗത്തിന്റെ കേന്ദ്രം. ഞങ്ങൾ ആരെങ്കിലും നിന്നിനോട് പ്രാർത്ഥിക്കാമെന്നൊരു വാദം പറയുകയോ എഴുതുകയോ ചെയ്തതായി തെളിയിച്ചാൽ, ഞങ്ങൾ പ്രസംഗിച്ചതിന്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ ഞങ്ങൾ എഴുതിയതിന്റെ ഒരു കടലാസ് ഫോട്ടോസ്റ്റാറ്റോടെ ഒട്ടിച്ചാൽ ഞങ്ങൾ പറയുന്നു ഞങ്ങളുടെ നന്ദിയിലുള്ള സലഫി പള്ളി പൂട്ടി അതിന്റെ ചാവി നിങ്ങളെ കയ്യിലേൽപ്പിക്കും. അത്രമാത്രം വെല്ലുവിളിച്ചു. ഈ EK വിഭാഗത്തിന്റെ നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ശക്തി കേന്ദ്രമാണ് നന്ദി. ആ നന്ദിയിൽ വന്ന് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഈ വിഷയം പ്രസംഗിച്ച് സംസാരിച്ചു. അന്നവിടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദികൾ അവരുടെ പ്രസംഗങ്ങളിൽ എഴുതുകയോ ജിന്നുകളോട് പ്രാർത്ഥന നടത്തിയാൽ അത് ശിർക്കാവുകയില്ലെന്ന് മുജാഹിദികൾ അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ എഴുതുകയോ പ്രസംഗിക്കുകയോ ചെയ്തതായി നിങ്ങൾ തെളിയിച്ചാൽ, ഏതെങ്കിലും ഒരു പ്രസിദ്ധീകരണത്തിലുണ്ടെങ്കിൽ നാളെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് ഈ നന്ദി അങ്ങാടിയിൽ നിങ്ങൾ ഒട്ടിച്ചാൽ, അന്നവിടെ പോലീസുകാരുണ്ട്, ഈ പോലീസ് ഉദ്യോഗസ്ഥരെ സാക്ഷി നിർത്തി ഞാൻ പറയുന്നു, നാളെ മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം നന്ദി പള്ളി പൂട്ടി താക്കോല് ഞാൻ ദാറുസ്സലാം അറബി കോളേജിൽ കൊണ്ടുവന്നുതരും. നമ്മൾ പറഞ്ഞിട്ടില്ല, പിന്നെ നമുക്ക് ധൈര്യത്തെ പറയാലോ. അങ്ങനെ അല്ലാഹുവിന്റെ ജിന്നിനോട് പ്രാർത്ഥിക്കാന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഇത് നമ്മൾ പറഞ്ഞു. ഇന്നേ വരെ, ഇന്നത്തെ തീയതി വരെ നന്ദിയിൽ പിന്നെ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് പ്രസംഗിച്ചിട്ടില്ല. എന്തേ പ്രസംഗിക്കാത്തത്? എന്തേ ഒരു പോസ്റ്റർ പോലും ഒട്ടിക്കാത്തത്? ഹാജരാക്കാൻ കഴിഞ്ഞില്ല. ഇത് അവര് പറഞ്ഞപ്പോ സലാത്തുല്ലമയും വിചാരിച്ചുണ്ട്. 2009 തിരുവനന്തപുരത്ത് നടന്ന ഒരു മുഖാമുഖത്തിൽ നമ്മുടെ അനസ് മുസ്യാർ പറഞ്ഞ എന്താണെന്നറിയോ? ഏതെങ്കിലും ഒരു ഉദ്ധരണി കണ്ടിട്ട് അതിങ്ങനെ കോട്ടിമാട്ട് എന്നിട്ട് മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയി എന്ന് വാദിക്കുന്ന നിങ്ങള് 1000 കുതിരശക്തിയിൽ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. ഈ പ്രസ്ഥാനത്തിന് ഏതെങ്കിലും ഒരു പണ്ഡിതൻ ജിന്നുകളോട് പ്രാർത്ഥിക്കുന്നു, ജിന്നുകളോട് പ്രാർത്ഥിക്കാം, സഹായം തേടാമെന്ന് പറഞ്ഞ് നിങ്ങൾ തെളിയിച്ചാൽ ഇനി നിങ്ങൾക്കെതിരിൽ ഞാൻ സംസാരിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് മടവൂർ വിഭാഗത്തെ വെല്ലുവിളിച്ചു. ഏതെങ്കിലും ഒരു ഉദ്ധരണി എവിടെയെങ്കിലും കണ്ടാൽ അതെടുത്തുദ്ധരിച്ച് കോട്ടിമാട്ടി അത് ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറയുന്നവരാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ ചില ആളുകൾ ബോധപൂർവ്വം ശ്രമിക്കുകയാണ്. 1000 കുതിരശക്തിയോടെ അത്തരം വാദമുന്നയിക്കുന്നവരെ വെല്ലുവിളിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏതെങ്കിലും ഒരു പണ്ഡിതൻ, ആ പണ്ഡിതൻ അള്ളയല്ലാത്തവരോട് ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞൊരു വാചകം കാണിച്ചു തന്നാൽ വ്യക്തിപരമായി ഞാൻ ഇനി ഒരിക്കലും മടവൂരികൾക്കെതിരെ സംസാരിക്കുകയില്ല എന്നീ സമയത്ത് ഉറക്കെ പ്രഖ്യാപിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഏതായാലും മുഖാമുഖമുള്ളത് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു ഉദ്ധരണി തെളിയിക്കാൻ സമർത്ഥിക്കാൻ കഴിയുമെങ്കിൽ ഇവിടെ അവർ സമർത്ഥിച്ചു കൊള്ളണം, പറഞ്ഞുകൊള്ളണം. ഞങ്ങളൊക്കെ അങ്ങ് പോയിട്ട് മുസ്ലിം പ്രസ്ഥാനത്തിലേക്ക് വരുന്ന ചെറിയ കുട്ടികളുണ്ടാവും. അങ്ങനെ കൃത്യമായി വ്യക്തമായി കാര്യങ്ങളൊക്കെ പഠിച്ചറിയണതിന് മുമ്പ് അവരുടെ ചെവിയിൽ കുറുമ്പി അങ്ങനെ കൊണ്ടുപോയി അങ്ങനല്ലേ ഇങ്ങനല്ലേ എന്ന് ചോദിച്ച് ഫിത്തന ഉണ്ടാക്കാൻ നിൽക്കാതെ കൃത്യമായി അങ്ങനെ മുജാഹിദുകൾ പറഞ്ഞിട്ടുണ്ട്, തെളിയിക്കാൻ ഞങ്ങൾക്ക് കഴിയും, അതിന് തെളിവ് ഞങ്ങൾ ഹാജരാക്കാം എന്ന് ആർക്കെങ്കിലും പറയാൻ കഴിയുമെങ്കിൽ ആരോപണം കൊണ്ട് കാര്യമില്ല, തെളിവ് വരണം, തെളിവ് കൊണ്ടുവരണം. ആ തെളിവ് കൊണ്ടുവന്നാൽ അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഞാൻ വിശദീകരിച്ചു തരാം. 2011 ഫെബ്രുവരിയിൽ പയ്യന്നൂർ, കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ നടന്ന മുഖാമുഖത്തിൽ ഇന്ന് ഈ കോക്കസിന് നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹ്മാൻ സലഫി പറഞ്ഞത് എന്താ? മുജാഹിദുകൾക്കിടയിൽ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ആരും തന്നെ ഇല്ല, ഉണ്ടെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് സാധ്യമല്ല. ജിന്നുകളോട് പ്രാർത്ഥിക്കാം, ജിന്നുകളോട് സഹായം തേടാമെന്ന് പറയുന്ന ഒരുത്തനും ഈ പ്രസ്ഥാനത്തിലില്ല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിയുടെ സ്വരത്തിൽ സംസാരിക്കുകയുണ്ടായി.
ജിന്നുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാമെന്ന് മുജാഹിദുകളിൽ ഒരു വിഭാഗത്തിന് അഭിപ്രായമുണ്ട് എന്ന് നോട്ടീസ് എഴുതി പ്രസംഗിച്ച് നാടുനീളെ നടക്കുന്ന ചില ആളുകളുണ്ട്. അങ്ങനെ ഒരു അഭിപ്രായം മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല എന്ന് സംശയലേശമന്യേ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനിയും അനാവശ്യമായി അത്തരം ഉദ്ദേശങ്ങൾ വെച്ചുകൊണ്ട് ഒരു പദം എന്ന് പറഞ്ഞ് അത്തരം ദുർവ്യാഖ്യാനങ്ങളുമായി നടക്കേണ്ടതില്ല. എന്തിനധികം അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം വന്നു, അത് കുത്തിപ്പൊക്കി അതിൽ ശിർക്കുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ തൊണ്ടോട്ടി തുറക്കലിൽ നിന്നും അബ്ദുൽ ജബ്ബാർ മൗലവിയെ ആലപ്പുഴയിലെ ചന്ദിരൂരിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് ഇസ്തിഖാമ എന്ന പേരിൽ പരിപാടി നടത്തി. അനസ് മുസ്ലിയാരും ഹനീഫ കായക്കൊടിയും അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട്, ഇതാ ജബ്ബാർ മൗലവിയുള്ള ഈ സ്റ്റേജിൽ വെച്ച് ഞങ്ങൾ പറയുന്നു, ഇദ്ദേഹം എഴുതിയാൽ ജിന്നോട് പ്രാർത്ഥിക്കാമെന്നൊരു വാദമില്ല എന്ന്. ഇന്നലെ ഞാൻ പ്രസംഗിച്ചത് ഈ പറഞ്ഞ ഇസ്തിഖാമ നടന്നതിന്റെ സ്ഥലത്തടുത്താണ്. ആളുകൾ പറയാണ്, എങ്ങനെ ഒരു മാറ്റമൊന്നും ഈ മനുഷ്യന്മാർക്ക്, എങ്ങനെ മാറ്റി പറയാൻ കഴിയുന്നു ഇവർക്ക്? നിങ്ങൾ കേട്ടോളൂ, ഇസ്തിഖാമ എന്ന പേരിൽ ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അബ്ദുൽ ജബ്ബാർ മൗലവിയെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ട് പറഞ്ഞത്. പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിലാണ് ചില ആളുകൾ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നിന്ന് തെന്നിമാറിപ്പോയി ആദർശപരമായ വ്യതിയാനം സംഭവിച്ച് മാറിപ്പോകുന്നത്. അത്തരം ആളുകൾ ഇപ്പോൾ സമൂഹത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രചാരണമാണ് മുജാഹിദുകൾക്ക് തന്നെ തൗഹീദിൽ പിഴവ് സംഭവിച്ചിട്ടുണ്ട്, കാരണം അവര് ജിന്നുകളോട് പ്രാർത്ഥന നടത്താം, വിജനമായ പ്രദേശത്ത് എത്തിപ്പെട്ടാൽ ജിന്നിനോട് പ്രാർത്ഥന നടത്താമെന്ന് പറയുന്നവരാണ് എന്ന് മുജാഹിദുകൾക്ക് വാദമുണ്ട് എന്ന നിലയിലുള്ള പ്രചാരണം കുറച്ചു കാലമായി നാം കേട്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും അതിന്റെ യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട് അത് വിശദീകരിക്കാനായി അനസ് മൗലവിയെ ക്ഷണിക്കുന്നു. സന്ദർഭത്തിൽ നടത്തിമാറ്റി ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് അതേ ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, ജിന്നുകളോട് സഹായം തേടാമെന്ന് ജബ്ബാർ മൗലവി പറഞ്ഞിരിക്കുന്നു, അതിന് ജബ്ബാർ മൗലവി അനുവാദം കൊടുത്തിരിക്കുന്നു എന്ന പച്ചക്കള്ളം ഈ നാട് നീളെ പ്രചരിപ്പിക്കുകയാണ്. ജബ്ബാർ മൗലവിയുള്ള ഈ സദസ്സിൽ ജബ്ബാർ മൗലവി സാക്ഷി നിർത്തിക്കൊണ്ട് ആ വാദത്തിന് മറുപടി പറയുന്നു. ഒരിക്കലും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, അവതരിപ്പിക്കുകയുമില്ല. കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതിനെ ദുർവ്യാഖ്യാനിക്കുന്നവർ ദുരുദ്ദേശത്തോടെ ഈ പ്രസ്ഥാനത്തെ നോക്കിക്കാണുന്നവർ മാത്രമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണമെന്നാണ് ഈ സന്ദർഭത്തിൽ ചുരുക്കി സൂചിപ്പിക്കാനുള്ളത്. കേട്ടില്ലേ നിങ്ങൾ? അബ്ദുൽ ജബ്ബാർ മൗലവിയെ കൊണ്ടുപോയിട്ട് അവിടുന്ന് പറയാണ്, ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കിന്റെ അംശമില്ല, ജിന്നുകളോട് പ്രാർത്ഥിക്കാമെന്നൊരു വാദം ജബ്ബാർ മൗലവിക്കെന്നല്ല മുജാഹിദ് പ്രസ്ഥാനത്തിനില്ല. ഇതുവരെയും അങ്ങനെ ഒരു വാദം മുജാഹിദ് പ്രസ്ഥാനം അവതരിപ്പിച്ചിട്ടില്ല, ഇനി അവതരിപ്പിക്കുകയുമില്ല എന്ന്. പക്ഷേ നമ്മൾ കണ്ടതെന്താ? കഴിഞ്ഞ KNM ഇലക്ഷൻ 2012 ജനുവരിയിൽ നിലവിൽ വരേണ്ട KNM സംസ്ഥാന കമ്മിറ്റി അതിനുവേണ്ടി 6 മാസം മുമ്പ് തന്നെ ശാഖാതലം മുതൽക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ ആരംഭിച്ചു. 2011 ആഗസ്റ്റിലാണ് ഇലക്ഷൻ വിജ്ഞാപനം വന്നത്. അതിനു മുമ്പ് തന്നെ CD ടവറിൽ ഒരു ഗൂഢ മീറ്റിംഗ് കൂടി. നിങ്ങളെ നാട്ടുകാരൻ നാണി ഹാജി അടക്കമുള്ള, ചങ്ങര അബ്ദുല്ലാജി അടക്കമുള്ള, അബ്ദുറഹ്മാൻ സലഫിയും നൂർ ഷയും വിളിച്ചു ചേർത്ത ഗൂഢ മീറ്റിംഗ്. അതിൽ നിങ്ങൾ അബ്ദുൽ സമദ് സുല്ലമി, നിങ്ങളെ ഖത്തീബ് പങ്കെടുത്തു, മായിൻകുട്ടി സുല്ലമി പങ്കെടുത്തു, അതുപോലെ തന്നെ അബ്ദുൾ റസാഖ് ബാക്കവി പങ്കെടുത്തു. എന്തായിരുന്നു ആ ഗൂഢ മീറ്റിംഗിൽ അജണ്ട? ഈ അടുത്ത തെരഞ്ഞെടുപ്പിൽ ജിന്ന് വിഭാഗം എന്ന പേരിൽ ഒരു വിഭാഗത്തെ നമ്മൾ വേർതിരിച്ചു നിർത്തേണ്ടതുണ്ട്. എന്നിട്ട് ഇവിടെ ചർച്ചകൾ നടന്നു. അവസാനം ഹനീഫ് കായക്കൊടിയും അനസും അതുപോലെ KKP അബ്ദുള്ള എന്ന മടവൂരികൾ ഈ പ്രസ്ഥാനത്തിലേക്ക് അയച്ചുവിട്ട് ചാരപ്പണിക്ക് കൊണ്ട് നിയോഗിച്ചവൻ, അവരെല്ലാവരും പങ്കെടുത്തു. അത് AP-യോട് ചോദിച്ചു, എന്താണ് ഈ മീറ്റിംഗ്? എനിക്കറിയില്ല. TP-യെ ഫോൺ ചെയ്തു, അദ്ദേഹം പറഞ്ഞു എനിക്കറിയില്ല. അങ്ങനെ ഗ്രൂപ്പ് മീറ്റിംഗ് എന്ന ഗൂഢ മീറ്റിംഗ് കൂടി. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ കളിച്ചു. അങ്ങനെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പേരിലുള്ള ആദർശ വിശദീകരണങ്ങൾ സംഘടിപ്പിച്ചു. വാസ്തവത്തിൽ അത് ഇലക്ഷൻ പ്രചാരണമായിരുന്നു. മുജാഹിദുകളെ തൗഹീദും ശിർക്കും പറഞ്ഞ് ചേരിതിരിക്കുക. എന്നിട്ട് തെരഞ്ഞെടുപ്പിൽ ഞങ്ങളാണ് തൗഹീദിന്റെ വക്താക്കൾ, ഞങ്ങളോടൊപ്പം നിൽക്കണം, ഇവർ ശിർക്കിലേക്ക് പോയവരാണ്, ഇവർ നേതൃത്വത്തിൽ വരാൻ അനുവദിക്കരുത്. ഈ തരത്തിൽ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചാരണം നടത്തി രാഷ്ട്രീയ തെരഞ്ഞെടുപ്പുകളെ പോലും പിന്നിലാക്കുന്ന തരത്തിൽ കുതന്ത്രങ്ങളുടെ ഉസ്താദ് എന്നറിയപ്പെടുന്ന അബ്ദുറഹ്മാൻ സലഫിയുടെ നേതൃത്വത്തിൽ നാണി ഹാജി അടക്കമുള്ളവർ കളിച്ചു. ഈ മലപ്പുറം ഈസ്റ്റ് ജില്ലയിൽ നാണി ഹാജിയും ചങ്ങരാജിയാ കളിച്ചത്. ഈ കൊണ്ടോട്ടിയിലും പലയിടത്തും കളിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എന്തായി? സംഘടനയിൽ ചേരിതിരിവുണ്ടാക്കാൻ നേതൃത്വം തന്നെ ജനങ്ങളെ പ്രേരിപ്പിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കൂ. പലരും ചോദിക്കാറുണ്ട്, ഇങ്ങനെയൊരു ദുരന്തം മുജാഹിദ് പ്രസ്ഥാനത്തിന് എങ്ങനെ വന്നു?
സുഹൃത്തുക്കളെ, ചേരിതിരിവും അതുപോലെ തന്നെ ഭിന്നിപ്പും നിയന്ത്രിക്കേണ്ടതും അതിന് കടിഞ്ഞാണിടേണ്ടതും നേതൃത്വത്തിലുള്ളവരാണ്. പക്ഷെ ഇവിടെ ചെങ്ങലക്കാ ഭ്രാന്ത് പിടിച്ചത്. ചേരിപ്പോരിനെ നിയന്ത്രിക്കേണ്ടവർ ചേരിതിരിവ് സ്പോൺസർ ചെയ്തിട്ട് ജനങ്ങളെ മുമ്പിലേക്ക് ഇട്ടുകൊടുത്തു. നോക്കൂ നിങ്ങൾ, CD ടവറിൽ വെച്ച് കോഴിക്കോട് ജില്ലാ ആദർശ വിശദീകരണത്തിൽ TP അബ്ദുള്ള കോയ മദനി സംസാരിക്കുന്നത് കേട്ടോളൂ നിങ്ങൾ. എന്നാൽ മുജാഹിദുകളുടെ ആശയങ്ങൾ മുജാഹിദിന്റെ ശത്രുക്കൾക്കും വളരെ വ്യക്തമായി അറിയാം. അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കൂ, അള്ളാഹുവിനോട് മാത്രം സഹായം തേടൂ എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ട് ഖുർആന്റെ പ്രഖ്യാപനം അത് സമൂഹത്തിൽ വെച്ച് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന നാം അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മിലേക്ക് കടന്നു വന്നോ? എഴുതില്ല, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റൂലേ എന്നൊരു വാദം നമ്മളിലേക്ക് കടന്നു വന്നു. നഊദുബില്ല. എവിടെയാണ് ആ വാദം കടന്നു വന്നത്? ഏതെങ്കിലും ഒരു ശാഖയിൽ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പറ്റും എന്ന് പറഞ്ഞ ഒരു മുജാഹിദ് പ്രവർത്തകനെ ചൂണ്ടിക്കാണിക്കാൻ ഇവർക്ക് സാധിക്കോ? ഇല്ല സുഹൃത്തുക്കളെ, ഇല്ല. തനിച്ച ഇലക്ഷൻ പ്രചരണമാണ്. അങ്ങനെ ഒരു വാദം നമ്മളെ കടന്നു വന്നുവെന്ന് പാമര ജനങ്ങളെ ഹംദും സ്വലാത്തും ചൊല്ലി ദീനി സ്റ്റേജിൽ വെച്ച് പറഞ്ഞു തെറ്റിദ്ധരിപ്പിക്കുകയാണ്. വീണ്ടും കേട്ടോളൂ അദ്ദേഹം പറയുന്നത്. നേരെ മറിച്ച് നമ്മുടെ പ്രസ്ഥാനത്തിൽ ഒരു ചർച്ച വരുന്നു. അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ, പാടില്ല? അവസാനിപ്പിക്കണം നമ്മളിവിടെ. കേട്ടോ നിങ്ങള്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടുണ്ടോ പാടില്ല എന്നൊരു ചർച്ച ഈ പ്രസ്ഥാനത്തിൽ വന്നു. അവസാനിപ്പിക്കണം ഈ ചർച്ച. അങ്ങനെ ഒരു ചർച്ച ഉണ്ടായിട്ടേ ഇല്ല. കരുതിക്കൂട്ടി പൊതുജനങ്ങളെ ചേരിതിരിക്കുവാൻ വേണ്ടി തെരഞ്ഞെടുപ്പിൽ സ്ഥാനമാനങ്ങൾ നേടുന്നതിനു വേണ്ടി ഞങ്ങളാണ് തൗഹീദിന്റെ സംരക്ഷകർ, ഞങ്ങളുടെ കൂടെ നിന്നോളൂ, ഇവർ തൗഹീദിന് പിഴച്ചു പോയവരാണ്, ഇവരെ പുറത്താക്കണം എന്ന സന്ദേശം ആളുകൾക്ക് നൽകാനുള്ളതായിരുന്നു ഈ വാചകം. ഇതൊരു വാചകം മാത്രമല്ല, ഗൂഢമായി ഇലക്ഷന് മുമ്പായി എല്ലായിടത്തും ആദർശ വിശദീകരണം സംഘടിപ്പിച്ചു. എവിടെയൊക്കെ വിശദീകരണം നടന്നോ അവിടെയൊക്കെ മുജാഹിദുകൾ ചേരിതിരിഞ്ഞു. ഞാൻ കണ്ണൂർ ജില്ലയിലാണ് താമസിക്കുന്നത്. കണ്ണൂർ ജില്ലയിൽ യൂണിറ്റ് തലം തോറും മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞു. പക്ഷേ മെമ്പർഷിപ്പ് വിതരണം കഴിഞ്ഞിട്ടും അവരെന്ത് ചെയ്തില്ല? തെരഞ്ഞെടുപ്പ് നടത്തുന്നില്ല. കാരണം എന്താ? അവിടെ ഇലക്ഷൻ പ്രചരണമാകുന്ന KJU വിശദീകരണം കഴിഞ്ഞിട്ടില്ല. എന്നിട്ട് അന്യായമായി നീട്ടിവെച്ചു. ഒക്ടോബർ 15 തെരഞ്ഞെടുപ്പ്, ഒക്ടോബർ 14 വിശദീകരണം. ജില്ലാടിസ്ഥാനത്തിൽ ആളുകളെ ശാഖകൾ തോറും പ്രചരണം നടത്തിക്കൊണ്ടുവന്നു. തിരിച്ചു പോകുമ്പോൾ രണ്ട് മനസ്സുമായിട്ടാണ് തിരിച്ചു പോയത്. പലയിടത്തും തെരഞ്ഞെടുപ്പിൽ ഉന്തും തള്ളുമുണ്ടായി, വെല്ലുവിളികളുണ്ടായി, വോട്ടുപിടുത്തവും ചാക്കിട്ടുപിടുത്തവും ഒക്കെ ഉണ്ടായി. രാഷ്ട്രീയക്കാരെ പോലും നാണിപ്പിക്കുന്ന തരത്തിൽ ജില്ലാ ഇലക്ഷനുകൾ മണിക്കൂറുകൾ നീണ്ടുനിന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികൾ ഉണ്ടായി എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ, പലയിടത്തും ജില്ലാ ഇലക്ഷൻ കലങ്ങിപ്പോയി. കോഴിക്കോട് ജില്ലയിൽ TPയുടെ തന്നെ ജില്ലയിൽ രാവിലെ പറഞ്ഞു ജില്ലാ കൗൺസിലിൽ നിന്നാണ് സംസ്ഥാന കൗൺസിലർമാരെ തെരഞ്ഞെടുക്കുന്നത് എന്ന്. പക്ഷേ പിന്നീട് മനസ്സിലായി TP, MM മദനി, പാലത്ത്, സലീം ചാലിയം, PK അഹമ്മദ് പോലെയുള്ളവരൊന്നും മണ്ഡലത്തിൽ നിന്നൊരിക്കലും വരികയില്ല എന്ന് മനസ്സിലായപ്പോ അഹമ്മദ് അലി മദനി, കുതന്ത്രത്തിന്റെ ഉസ്താദ്, അയാൾ എന്തു ചെയ്തു? അയാൾ പെട്ടെന്നൊരു നയം മാറ്റം. അയാൾ പറഞ്ഞു, ഇത് നേരത്തെ പറഞ്ഞതിന് വ്യത്യസ്തമായിട്ട് ഓരോ മണ്ഡലക്കാരും അവരെ മണ്ഡലത്തിലെ ഓരോ സംസ്ഥാന കൗൺസിലറുടെ പേര് വേഗം പറയണം. അപ്പൊ ആളുകളെ ചട്ടം കെട്ടിയിട്ടുണ്ട്. ഫറൂഖ് മണ്ഡലം പറയുമ്പോഴേക്ക് TP എന്നാണ് പറയാ, കൊടിയത്തൂർ മണ്ഡലം പറയുമ്പോഴേക്ക് MM മദനി. അങ്ങനെ നേതാക്കന്മാരായൊക്കെ തിരികെ കയറ്റി. കണ്ടോ, ഇലക്ഷനിൽ അട്ടിമറിച്ചു. അവസാനം പിന്നെ പറയാണ്, കുറെ മേഖലകളിൽ അംഗങ്ങൾ കൂടുതലുണ്ടല്ലോ, അവർക്ക് ഒന്നിലധികം കൗൺസിലർമാരുണ്ടല്ലോ, അങ്ങനെ ഇനിയും 7-8 കൗൺസിലർമാരെ തെരഞ്ഞെടുക്കാനുണ്ട്. അതിലേക്ക് KV അബ്ദുൽ ലത്തീഫ് മൗലവിയുടെ പേര് നിർദ്ദേശിച്ചു. അപ്പോ ആ മണ്ഡലക്കാർ പറഞ്ഞു, ഞങ്ങളെ മണ്ഡലത്തിൽ അയാളെ വേണ്ട, എന്നാ ഫറൂഖ് മണ്ഡലത്തിലാകട്ടെ. ഫറൂഖ് മണ്ഡലക്കാർ പറഞ്ഞു, അതിങ്ങനെ അവരെ മണ്ഡലത്തിൽ വേണ്ടാത്ത ഞങ്ങൾക്ക്. അപ്പൊ TP പറയാണ്, അദ്ദേഹത്തെ സംസ്ഥാന കൗൺസിൽ എടുക്കാന്ന് ഞാനൊരു വസിയത്ത് പോലെ പറഞ്ഞതാണ്. ഉടനെ ഒരു പ്രവർത്തകൻ എണീറ്റെന്ന് ചോദിച്ചു, അല്ല TP, എന്താ KNM എന്ന് പറയുന്നത് നിങ്ങളെ തറവാട്ട് സ്വത്താണോ? നിങ്ങളെങ്ങനെ വസിയത്ത് പോലെ ആളെടുക്കാൻ ഇതിനൊരു ചട്ടമില്ലേ, ഒരു തെരഞ്ഞെടുപ്പ് രീതിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ തല താഴ്ത്തി ചേംബറിലേക്ക് പോകേണ്ടി വന്നു. ഇപ്പത് കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. അങ്ങനെ തെരഞ്ഞെടുപ്പ് ബഹളമായി പിരിയുകയും പുറത്തുപോയി മസ്ലഹത്ത് എന്ന പേരിൽ രണ്ടു ഭാഗത്തും കുറച്ചാളുകൾ കൂടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗൺസിൽ സ്ഥാനം ഓരിവെക്കുകയും ചെയ്തു. പക്ഷേ മസ്ലഹത്തിന് നേരെ വിരുദ്ധമായി യാതൊരു നീതിയും നിഷ്ഠയും ഇല്ലാതെ സമ്മേളനത്തിന്റെ പ്രചരണ പ്രവർത്തനം മുതൽ ഒരു പക്ഷത്തെ മാത്രം മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ഗ്രൂപ്പ് സമ്മേളനമാണ് നടത്തിയത്. സമ്മേളനത്തിന് ചെല്ലുന്ന ആളുകളെ കൃത്യമായി പിടിക്കാൻ CCTV വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ആരെങ്കിലും ഗേറ്റിൽ കയറിയാൽ അപ്പത്തിരുന്ന്
ചില കുതന്ത്രക്കാർ 3-4 TV വെച്ചിട്ട് അതിലാ ഇന്നവൻ വന്നിരിക്കുന്നു, ഉടനെ വാക്കി ടോക്കിയിൽ പറയാണ് മറ്റേ മൗലവി കയറിയിട്ടുണ്ട്, ചുറ്റും വളഞ്ഞോളണം. എന്നിട്ട് ഞങ്ങളൊക്കെ, ഞാനൊന്നും ഇവിടെ അല്ല, പോയ പ്രവർത്തകന്മാര് പറയുന്ന ഒരാളങ്ങ് കയറി ചെല്ലുമ്പോ 4 ഭാഗത്തും വളണ്ടിയർമാർ, അവർക്ക് എണീക്കാനും വയ്യ, ഇരിക്കാനും വയ്യ. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ നിങ്ങൾ? കാന്തപുരത്തിന്റെ സമ്മേളനത്തിന് പോയാൽ പോലും ഒരു മുജാഹിദ് പ്രവർത്തകന് അനുഭവം ഉണ്ടായിട്ടുണ്ടാവില്ല. അത്ര നശിച്ച പാരമ്പര്യമാണ് നാണി ഹാജിയും കൂട്ടരും ആ സമ്മേളനത്തിൽ നടപ്പിലാക്കിയത്. ഈ രൂപത്തിൽ സുഹൃത്തുക്കളെ വളരെ തരം താഴ്ന്ന ശൈലിയിലേക്ക് ഇവർ പോവുകയും മസ്ലഹത്തിന്റെ തത്വങ്ങൾ ലംഘിക്കുകയും ചെയ്തപ്പോൾ ഒരു പ്രവർത്തകൻ, ഒരു ജില്ലാ കൗൺസിലർ കോടതിയിൽ പോയി, ഒരു സംസ്ഥാന കൗൺസിലറും കോടതിയിൽ പോയി. കോഴിക്കോട് ജില്ലാ ഇലക്ഷൻ ശരിയായിട്ടില്ല. അങ്ങനെ കോടതി പറഞ്ഞു, ഈ 23 സംസ്ഥാന കൗൺസിലർമാർക്കും രേഖകളിൽ ഒപ്പിടാനോ യോഗങ്ങളിൽ ഒപ്പിടാനോ അതുപോലെ തന്നെ കൗൺസിലിന്റെ പേരിലുള്ള അധികാരങ്ങളൊന്നും അവർക്കുണ്ടായിരിക്കുന്നതല്ല. ഉടനെ APയുടെ പ്രസ്താവന, ഞങ്ങൾ ഒരിക്കൽ കൂടി ഇലക്ഷൻ നടത്താൻ തയ്യാറാണ്. അതിന്റെ അർത്ഥം എന്താ? നേരത്തെ നടന്ന ഇലക്ഷൻ KNM ഭരണഘടന അനുസരിച്ചായിരുന്നില്ല. കുതന്ത്രത്തിലൂടെ തന്റെ ആളുകളെ തിരികെ കയറ്റുകയാണ് ചെയ്തത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, AP അബ്ദുൽ ഖാദർ മൗലവി വരെ ഫോൺ ചെയ്യാണ്, നാളെ ഇബ്രാഹിം മൗലവി അവതരിപ്പിക്കുന്ന പാനലിന് നിങ്ങൾ വോട്ട് ചെയ്യണമെന്ന്. APയെ പറ്റിയൊക്കെ മുജാഹിദ് പ്രവർത്തന ധാരണ എന്താ? KP മുഹമ്മദ് മൗലവി കരഞ്ഞുകൊണ്ട് മാത്രം KNMന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുത്തിരുന്ന ആള്. അതുപോലെ ഡോക്ടർ ഉസ്മാൻ സാഹിബ് കരഞ്ഞുകൊണ്ട് മാത്രം ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം ഏറ്റെടുത്തിരുന്നവർ, ആളുകൾ നിർബന്ധിച്ചേൽപ്പിച്ചിട്ടും ഏറ്റെടുക്കാത്തവർ, ഇപ്പോൾ ചരടുവലികൾ നടത്തിക്കൊണ്ട് ആളുകളെ ഗ്രൂപ്പ് തിരിച്ചുകൊണ്ട് സംഘടനാ നേതൃത്വം പിടിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന നീചമായ കാഴ്ചയാണ് സുഹൃത്തുക്കളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാന ഇലക്ഷനിൽ പാനലുകൾ വന്നു. അവസാനം 3 പാനൽ പിൻവലിച്ചപ്പോ 2 ബാക്കിയായി. അപ്പോൾ അബ്ദുറഹ്മാൻ സലഫിയും കൂട്ടരും പറഞ്ഞു വോട്ടിനിടണം. അപ്പൊ ഒരു പാനൽ അവതരിപ്പിച്ച ആള് പറഞ്ഞു, വോട്ടിനിടലും തോൽപ്പിക്കലും ജയിപ്പിക്കലൊന്നും നമ്മുടെ രീതിയല്ല, അതുകൊണ്ട് ഞാൻ പാനൽ പിൻവലിക്കുകയാണ്. അദ്ദേഹം പാനൽ പിൻവലിച്ചു. അബ്ദുറഹ്മാൻ സലഫിക്ക് എന്താ വോട്ടിനിടണമെന്ന് ഇത്ര ഡിമാൻഡ് ചെയ്യാൻ കാരണം? തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സംസ്ഥാന കൗൺസിലർമാർ ഒപ്പുശേഖരണം നടത്തിയിട്ടുണ്ട്. AP അബ്ദുൽ ഖാദർ മൗലവി ജനറൽ സെക്രട്ടറിയും TP അബ്ദുൽ ഖാദർ മദനി പ്രസിഡന്റുമായി 35 അംഗ എക്സിക്യൂട്ടീവിനെ ഞാൻ അംഗീകരിക്കുന്ന ഒപ്പുശേഖരണം നടത്തി തനിക്ക് ഭൂരിപക്ഷം കിട്ടുമെന്ന് ഉറപ്പിച്ചു വെച്ചിരിക്കുക. സംസ്ഥാന കൗൺസിലർമാർ കെഞ്ചി പറഞ്ഞു, സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറി എങ്കിലും ഐക്യകണ്ഠ്യേന തെരഞ്ഞെടുക്കട്ടെ, അവരെങ്കിലും ഇതിൽ വരാതിരിക്കട്ടെ, ഈ പാനലിലൂടെ വരാതിരിക്കട്ടെ. അതിനും സമ്മതിച്ചില്ല. അങ്ങനെ തികഞ്ഞ രാഷ്ട്രീയ കളിയെ പോലെ അങ്ങനെ അവിടെ വെച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. ബഹളമയമായ തെരഞ്ഞെടുപ്പിൽ അബ്ദുറഹ്മാൻ സലഫിയുടെ കോക്കസ് പാനലാണ് അവിടെ പാസ്സായത്. അതാണ് ഈ പ്രസ്ഥാനത്തിലെ ഇപ്പോഴത്തെ ഈ കോക്കസ് പ്രവർത്തന നേതൃത്വം കൊടുക്കുന്ന ടീം, ആ സംസ്ഥാന കമ്മിറ്റിയാണ്. ഇതിന്റെ എല്ലാം സൂത്രധാരൻ അബ്ദുറഹ്മാൻ സലഫിയാണ് എന്ന് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം. മുജാഹിദുകളല്ലാത്ത രാഷ്ട്രീയക്കാർക്ക് വരെ അറിയാം. നിങ്ങൾക്കറിയോ, സ്വന്തം ജ്യേഷ്ഠൻ അബ്ദുള്ള സുല്ലമിയാണ് യഥാർത്ഥത്തിൽ സിൻഡിക്കേറ്റിലേക്ക് വരേണ്ടിയിരുന്നത്, സ്ഥലത്തിലേക്ക് വരേണ്ടിയിരുന്നത്. ജില്ലാ മുസ്ലിം ലീഗ് നേതൃത്വം അദ്ദേഹം ജില്ലാ ലീഗിന്റെ പ്രവർത്തകനുമാണ്. അദ്ദേഹത്തിന് കൊടുക്കാൻ തീരുമാനിച്ചാണ്. സ്വന്തം ചേട്ടനെ പോലും കാലുവാരി, എന്നിട്ട് കരിവള്ളിയെ പോയി ദുസ്വാധീനിച്ച് ഹൈദരലി തങ്ങളെടുത്ത് പോയി, എന്നിട്ട് പിടിച്ചു വാങ്ങി. അല്ലേ? ഇത്ര തരം താഴ്ന്ന കളി നടത്തിയ ഒരാളെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എടവണ്ണ ജാമിയ നദവിയ മുജാഹിദുകൾ പിടിയേരി കൊടുത്ത് സദഖ കൊടുത്ത് സക്കാത്ത് വളർത്തിയെടുത്ത സ്ഥാപനം ഇന്ന് അബ്ദുറഹ്മാൻ സലഫി കാൽക്കീഴിലാക്കി ഗ്രൂപ്പ് പ്രവർത്തനത്തിന് വേണ്ടി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡീംഡ് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി കോടികൾ പിരിച്ചു എന്നാണ് പറയുന്നത്. എന്താണ് അവിടെ നടക്കുന്നതെന്ന് ഇന്ന് സംസ്ഥാന കമ്മിറ്റിക്ക് പോലും തിട്ടമില്ലാത്ത അവസ്ഥയാണ്. ഈ രീതിയിലേക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ ഒരു കോക്കസ് കയ്യിലെടുക്കുകയും ഒരു ഉപജാപക സംഘത്തിന്റെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ പ്രസ്ഥാനം ഇന്ന് ഈ നിലയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ പ്രസ്ഥാനം ഇവിടെ നിലനിൽക്കണം, ഇത് തകരരുത്, ഈ തൗഹീദിന്റെ ശബ്ദം ഈ നാട്ടിൽ നിലച്ചു പോകരുതെന്ന് ഈ പ്രസ്ഥാനത്തിന് പുറത്തുള്ളവർ പോലും ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവരൊക്കെ ഇന്ന് വേദനിക്കുകയാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്നുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങളിൽ ആളുകൾ വേദനിക്കുകയാണ്. 2012 പുതിയൊരു തൗഹീദും പുതിയൊരു ശിർക്കും കൊണ്ടുവന്നുകൊണ്ട് ഈ പ്രസ്ഥാനത്തിൽ പുതിയ ആദർശം കടത്തിക്കൂട്ടാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതൊരിക്കലും നടക്കുകയില്ല എന്ന പ്രഖ്യാപനമാണ് യഥാർത്ഥത്തിൽ മിനിഞ്ഞാൻ നടന്ന സമ്മേളനത്തിലും അതുപോലെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന വിശദീകരണ യോഗത്തിലൂടെയും ഞങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ചും അതിന്റെ ആശയ ആദർശങ്ങളെ കുറിച്ചും പ്രാഥമിക വിവരം പോലുമുള്ള ഏവർക്കും അറിയാം. ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിൽ സലഫ് സാലിഹുകൾ പഠിപ്പിച്ച ദീനേതോ അതാണ് മുജാഹിദുകളുടെ ആദർശം. മുജാഹിദുകൾക്കൊന്നും പുതിയത് ജനങ്ങളോട് പറയാനില്ല. 1400 കൊല്ലം മുമ്പുള്ള ഇസ്ലാമിലേക്ക് സഹാബത്തും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ച ഇസ്ലാമിലേക്ക് ആദ്യകാല മുസ്ലിമീങ്ങൾ
പഠിപ്പിച്ച ഇസ്ലാമിലേക്ക് നിലവിലുള്ള മുസ്ലിം സമൂഹത്തെ തിരിച്ചു വിളിക്കുന്ന പ്രവർത്തനം, അതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാഹി പ്രവർത്തനം. പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രസ്ഥാനത്തിന്റെ ആദർശ നയ രൂപീകരണം നടന്നിട്ടുള്ളത്. വ്യക്തികളുടെ ചിന്തകളിലേക്ക് ക്ഷണിക്കുന്ന ഒരു പ്രസ്ഥാനമല്ല ഇത്. യോഗം കൂടി പൗരോഹിത സഭകൾ തീരുമാനങ്ങൾ എടുത്ത് അതിന്റെ അടിസ്ഥാനത്തിൽ ഹറാം ഹലാലുകൾ നിശ്ചയിക്കുന്ന പൗരോഹിത്യത്തിന്റെ മേൽക്കോയ്മയുള്ള പ്രസ്ഥാനമല്ല ഇത്. മറിച്ച് പ്രമാണങ്ങൾ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തുകൊണ്ട് എന്തൊരു കാര്യം ദീനിന്റെ പേരിൽ കേട്ടാലും അതിൽ തെളിവുണ്ടോ, ഖുർആൻ പറഞ്ഞിട്ടുണ്ടോ, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ടോ, അത് സ്വഹീഹാണോ എന്ന് ചോദിക്കാനുള്ള അവകാശം ഏതൊരു മുജാഹിദ് പ്രവർത്തകനും ഉണ്ട് എന്നാണ് യഥാർത്ഥത്തിൽ മുജാഹിദുകൾ ഇക്കാലമത്രയും പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ മുജാഹിദുകളുടെ ആദർശങ്ങൾക്ക് മാറ്റം വന്നിരിക്കുന്നു. മുജാഹിദുകളുടെ തൗഹീദ് തകർന്നു പോയിരിക്കുന്നു. അചഞ്ചലമായ തൗഹീദ് ഞങ്ങളുടേതാണ്, ഒരിക്കലും തകർന്നിട്ടില്ലാത്ത തൗഹീദ് ഞങ്ങളുടേതാണ് എന്ന് വാദിച്ചുകൊണ്ട് കാന്തപുരം വിഭാഗം ഇവിടെ ഒരു ക്യാമ്പയിൻ പ്രഖ്യാപിച്ചു. മുജാഹിദുകൾക്കിടയിലുണ്ടായ ഭിന്നിപ്പ് മുതലെടുക്കാൻ വേണ്ടി എതിരാളികൾ പലരും ശ്രമിച്ചു നോക്കി. പക്ഷേ 3 മാസം ക്യാമ്പയിൻ നടത്തിയിട്ടും ഒരാളെപ്പോലും അവർക്ക് മുജാഹിദിൽ പ്രസ്ഥാനത്ത് പിന്തിരിപ്പിക്കാൻ സാധിച്ചില്ല. ഞങ്ങളുടെ ഈ ക്യാമ്പയിൻ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്ത് എത്തുമ്പോഴേക്ക് ഒരൊറ്റ വഹാബിയും ബാക്കിയുണ്ടാവില്ലെന്നും ക്യാമ്പയിൻ തീരുമ്പോൾ വഹാബിസം പിരിച്ചുവിടേണ്ടി വരുമെന്നും പരമ്പരയടിച്ചവർക്ക് ഒരു മുജാഹിദിനെ പോലും അവരുടെ പാളയത്തിലേക്ക് കൊണ്ടുപോകുവാൻ സാധിച്ചില്ല. കാരണം ഇപ്പോൾ നടക്കുന്ന ഈ ആരോപണം മുജാഹിദുകൾ ജിന്നിനോട് തേടുന്നവരാണ്, മുജാഹിദുകൾ മലക്കിനോട് തേടാൻ തുടങ്ങിയെന്ന ആരോപണം കഴമ്പില്ലാത്ത, ഒരിക്കലും തന്നെ മുജാഹിദുകൾക്ക് അങ്ങനെ വാദമില്ലെന്ന് അറിയുന്ന ഒരു പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഈ വാദം നിലനിൽപ്പില്ലാത്തതാണ് എന്ന്. അതുകൊണ്ട് തന്നെ എതിരാളികൾക്ക് മുതലെടുപ്പിന് വലിയ മോഹമുണ്ടായിരുന്നുവെങ്കിലും അവർക്ക് മുതലെടുക്കാൻ സാധിക്കുകയുമില്ല. കാരണം ഇതൊരു സുതാര്യമായ പ്രസ്ഥാനമാണ്. ഇവിടെ എന്തു നടക്കുന്നുവെന്ന് വ്യക്തമായി ജനങ്ങളോട് പറയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. ഞങ്ങൾക്കതിൽ മറച്ചു വെക്കാൻ ഒന്നുമില്ല. സംഘടനയ്ക്ക് വേണ്ടി ഈ പ്രസ്ഥാനത്തിൽ നടക്കുന്ന കാര്യങ്ങള് മൂടിവെക്കുന്ന പതിവ് ഞങ്ങൾക്കില്ല. ഞങ്ങൾ ഏതേതു പ്രശ്നങ്ങളും വ്യക്തമായ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ജനങ്ങൾക്ക് മുമ്പിൽ പറയാൻ തന്നെയാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഞങ്ങൾക്ക് ഒളിയ അജണ്ടകളില്ല. ആ നിലക്ക് തന്നെ ഇപ്പോഴുണ്ടായ പ്രശ്നവും എന്താണെന്ന് പൊതുജനങ്ങളോട് പറയേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ നാട്ടിലെ പ്രബോധന സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, ആശയപ്രചരണ സ്വാതന്ത്ര്യം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ജനങ്ങളുടെ അത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ജനങ്ങളത് അറിയേണ്ടതുണ്ട്, പൊതുസമൂഹം അത് മനസ്സിലാക്കേണ്ടതുണ്ട് എന്നതുകൊണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ KNM ഇലക്ഷനോടനുബന്ധിച്ച് ഒരു കോക്കസ് ഉയർത്തിക്കൊണ്ടുവന്ന കള്ള ആരോപണമാകുന്നു ഇത്. ആ ആരോപണത്തിന് നേതൃത്വം കൊടുക്കുന്ന അബ്ദുറഹ്മാൻ സലഫിയും TP അബ്ദുള്ള കോയ മദനിയുമാണ്. അവരാണ് മുജാഹിദുകൾക്കിടയിൽ മുജാഹിദുകൾ ശിർക്കിലേക്ക് പോയിട്ടുണ്ട് എന്ന വാദം പ്രചാരണത്തിലെടുക്കുകയും അത് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുകയും ചെയ്ത് ഈ പ്രസ്ഥാനത്തെ ചേരിതിരിക്കാൻ തീരുമാനിച്ചത്. നിങ്ങൾ കണ്ടു, അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതിൽ ശിർക്കുണ്ടെന്നും 2007 ഏപ്രിൽ ഇസ്ലാഹ് മാസികയിൽ ശിർക്കുണ്ടെന്നും മടവൂർ വിഭാഗം വാദിക്കുകയും പിന്നീട് അത് സമസ്തക്കാർ ഏറ്റെടുക്കുകയും ചെയ്തപ്പോൾ അക്കമിട്ട് മറുപടി കൊടുത്തു, ഇല്ല, അതിലങ്ങനെ ഇല്ല എന്ന്. പക്ഷേ 2012 ഇത് പുതിയ തൗഹീദ് കൊണ്ടുവന്നു. സംഘടന കൈക്കലാക്കിയ ശേഷം മൂവാറ്റുപുഴയിൽ വെച്ച് അഹ്സനിമാരുമായി വാദപ്രതിവാദത്തിന് പോയപ്പോൾ ഹനീഫ് കായക്കൊടിയും അനസ് മുസ്ലിയാരും അബ്ദുറഹ്മാൻ സലഫിയുടെ പുതിയ തൗഹീദ് അവിടെ പരീക്ഷിച്ചു നോക്കി. അവിടെ വെച്ച് ഇതേ ചോദ്യം ഈ മടവൂർ വിഭാഗം നേരത്തെ പറഞ്ഞിരുന്ന അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണോ, ഇസ്ലാഹ് മാസിക ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണോ എന്ന് ചോദിച്ചപ്പോൾ കഴിഞ്ഞ 5 വർഷം ഇല്ല, അബ്ബാർ മൗലവി എഴുതിയത് ശിർക്കല്ല, അതിൽ ശിർക്കില്ല, ഇസ്ലാഹ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമല്ല എന്നാവർത്തിച്ച് മുജാഹിദ് വേദികളിൽ പറഞ്ഞ ഹനീഫും അനസും അവിടെ വാദം മാറ്റിയെന്ന് മാത്രമല്ല, ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണെന്ന് ആവേശത്തോടെ പറഞ്ഞു. മൂവാറ്റുപുഴയിൽ 2012 ജൂലൈയിൽ നടന്ന സംവാദം നിങ്ങൾ കേട്ടോളൂ. ജബ്ബാർ മൗലവിയെ സംബന്ധിച്ച് ഹനീഫ് കായക്കൊടി പറയുന്നത്, നിങ്ങൾ വിചാരിച്ചത് ഞങ്ങൾ പറയില്ല എന്നല്ലേ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ആദർശം വളരെ കൃത്യമായി പറഞ്ഞു.
അത് പറഞ്ഞു. ഞങ്ങൾക്ക് തിരിഞ്ഞിട്ടില്ല എന്നല്ല നിങ്ങൾ പറഞ്ഞത്, ഞങ്ങൾക്ക് തിരിഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് തിരിഞ്ഞെന്ന് നിങ്ങൾക്ക് തിരിഞ്ഞത് നിങ്ങൾ തിരിയാതാക്കുകയാണ്. ഇത് നിങ്ങളുടെ സെൻസിങ്, നിങ്ങളുടെ സെൻസിങ്. ഈ സെൻസിങ് ഏതാണ് സെൻസിങ് എന്ന് ഓർമ്മയുണ്ടോ? ഈ സെൻസിങ്ങിന്റെ പ്രത്യേകത നമ്മളുടെ ഈ കുന്നത്തേരി സംവാദത്തെക്കുറിച്ച് റിപ്പോർട്ട് വന്ന സെൻസിങ് ആണ്. ഈ സെൻസിങ് 24 ഫെബ്രുവരി 2009 ഈ സെൻസിങ്ങിൽ എഴുതുകയാണ്, ഹനീഫ് കായ ജിന്നിനെ വിളിച്ച് സഹായം തേടാൻ പറ്റില്ലെന്ന് ആവർത്തിച്ച് പറഞ്ഞ ഹനീഫ മൗലവി ജിന്ന് സ്പെഷ്യലിസ്റ്റുകളായ ജബ്ബാർ കോക്കസിനെ ഒന്നടങ്കം മുശിരിക്കാക്കി എന്ന് ഞങ്ങൾ അന്നേ പറഞ്ഞു. ഈ ജിന്നിനോട് തേടൽ ശിർക്കാണ്. അത് നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങളെ ദേവി. പക്ഷേ ഇപ്പോ അത് നിങ്ങളോട് മറന്നുപോയി. ഞങ്ങൾ അവിടെ പറഞ്ഞത് തക്ബീർ തൊഴിലാളികൾ ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിക്കുക. ഞങ്ങൾ പറയുന്നു ഈ ഇസ്ലാഹ് മാസികയിൽ വന്നത് അത് ശിർക്കാണ്, അത് ശിർക്കാണെന്ന് ഞങ്ങൾ എഴുതി. ഇനി അയാൾ മുശ്രിക്കാണോ ഇയാൾ മുശ്രിക്കാണോ, അങ്ങനെ ആളെ മുശ്രിക്കാക്കലല്ല ഞങ്ങളുടെ പണി. കേട്ടില്ലേ? ജബ്ബാർ മൗലവിയെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അത് ശിർക്കാണെന്ന് ഞങ്ങൾ പറയില്ല എന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. എന്നാ പിടിച്ചോ, ജബ്ബാർ മൗലവി എഴുതിയത് ശിർക്കാണ്, ഇസ്ലാഹ് ശിർക്ക് പ്രചരിപ്പിക്കുന്ന പത്രമാണ് എന്ന് കൂസലില്ലാതെ പറഞ്ഞു. കാരണം അങ്ങനെ പറയാൻ